ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷനെ കുറിച്ചാണ്. എന്താണ് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ? സയൻസിൽ വളരെ ബേസിക്കായി എടുക്കുന്ന ഒരു അസംഷനാണ് എല്ലായിടത്തും, അത് യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ്റെ ലോ, അത് എങ്ങനെയാണോ ഭൂമിയിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ചന്ദ്രനിലും, അങ്ങനെ തന്നെയാണ് മറ്റു ഗ്രഹങ്ങളിലും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതേപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ നിയമം അക്രോസ് ടൈം ഒരേപോലെയാണ് എന്നുള്ളത്. ഇന്നലെ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേപോലെ തന്നെയാണ് ഫ്യൂച്ചറിലും വർക്ക് ചെയ്യുക എന്നുള്ള അസംഷൻ. ഈ അസംഷൻ യഥാർത്ഥത്തിൽ ജസ്റ്റിഫൈഡ് ആണോ? തീർച്ചയായും നമ്മളിവിടെ നോക്കേണ്ടത് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ എന്ന പ്രോബ്ലം പ്രപ്പോസ് ചെയ്യുന്നത് ഡേവിഡ് ഹൂം എന്ന ഫിലോസഫറാണ്. ഡേവിഡ് ഹൂം ഒരു എംപെരിസിസ്റ്റാണ്. ഒരു എംപെരിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എംപെരിക്കലി കാണുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ കോസേഷൻ അഥവാ നമ്മളിപ്പം ഒരു പെന്ന് താഴിട്ടാൽ അത് താഴോട്ട് വീഴും. ഇവിടെ ഗ്രാവിറ്റി പെന്നിനെ താഴോട്ട് പുള്ള് ചെയ്യുന്നു എന്നുള്ളത്, അതല്ലെങ്കിൽ മാസ് ഉള്ളത് കൊണ്ട് ഇവിടെ സ്പേസ് ടൈം കർവേച്ചർ ഡിഫറൻ്റ് ആകുന്നു എന്നുള്ളത്, ഇത്തരം നിയമങ്ങൾ കാരണമാണ് പെന്ന് താഴോട്ട് വീഴുന്നത്. ഈ നിയമങ്ങൾ പെന്നിൻ്റെ മുകളിൽ അപ്ലൈ ആവുകയും അല്ലെങ്കിൽ പെന്നിൻ്റെ മുകളിൽ ഒരു തരം ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് താഴോട്ട് വീഴുന്നത്, അല്ലെങ്കിൽ സംഭവം ആ പെന്നിൻ്റെ മോഷനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് ഹ്യൂം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, കാരണം ഹ്യൂമൻ എംപെരിസിസ്റ്റ് ആണെന്ന് പറഞ്ഞു, എംപെരിക്കലി കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഹ്യൂം വിശ്വസിക്കുള്ളൂ. അപ്പോൾ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് കോറിലേഷൻസ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെന്ന് താഴോട്ട് വീഴുന്നത്, പെന്ന് ഓരോ പ്രാവശ്യം പെന്ന് താഴെടുമ്പോഴും പെന്ന് താഴോട്ട് വീഴുന്നത് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു കോസേഷൻ നമ്മൾ കാണുന്നില്ല. അങ്ങനെ കാണാത്തൊരു കാര്യം പോസിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പോസിറ്റ് ചെയ്യുന്നത് ഇറാഷണൽ ആണ് എന്നാണ് ഹ്യൂമിൻ്റെ അഭിപ്രായം. ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലൊരു ഓർഡർ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു കോയിൻസിഡൻസ് ആണ്, ഒരു കോസ്മിക് കോയിൻസിഡൻസ് ആണ്. പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഓർഡറുകൾ, നിയമങ്ങളൊക്കെ, അത് ഇന്നലെ നമ്മൾ പെന്ന് താഴിട്ടപ്പം ഇന്നലെ പെന്ന് താഴെ വീണു, ഇന്നും പെന്ന് താഴെ വീഴുന്നു, നാളെയും മൂന്ന് ദിവസം മുമ്പിട്ടപ്പോഴും വീഴുന്നു, അങ്ങനെ 4 ദിവസം മുമ്പിട്ടപ്പോഴും വീഴുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും വീഴുന്നതിൻ്റെ കാരണം അത് കേവലം ഒരു കോയിൻസിഡൻസ് ആണ്. വി ജസ്റ്റ് ഗോട്ട് ലക്കി എന്നാണ് ഹ്യൂം പറയുന്നത്. ഹ്യൂമിൻ്റെ വ്യൂ എത്രത്തോളം അബ്സർഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ, ഇമാജിൻ എ ഫ്ലിപ്പ് ബുക്ക്. ഒരു ഫ്ലിപ്പ് ബുക്ക്, അതായത് ആ ബുക്ക് നമ്മളിങ്ങനെ ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കതിലൊരു സുന്ദരമായൊരു സ്റ്റോറി കാണാൻ കഴിയും. ഇമാജിൻ ഈ ബുക്കിലുള്ള ഓരോ പേജും ഓരോ ആളുകൾ ഇൻഡിപെൻഡൻ്റായി വരച്ചതാണെന്ന് വിചാരിക്കും. ഈ ബുക്കിലുള്ള ഓരോ പേജും നമ്മൾ എന്ത് ചെയ്തു, ഓരോ ആളുകൾക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അവരവരുടെ ഇഷ്ടപ്രകാരം സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി ഒരു ചിത്രം വരച്ചു. സോ എന്നിട്ട് നമ്മൾ ഇവരുടെ എല്ലാവരുടെയും പേജ് എടുത്തിട്ട് അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു ട്രാൻസിഷൻ ആണെന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു ട്രാൻസിഷനാണ് നിങ്ങൾ കാണുന്നത് എന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരുത്തരും മറ്റാളെന്താ വരച്ചത് എന്നറിയാതെ വേറൊരാൾ വരച്ച് പിന്നെ അത് റാൻഡമായിട്ട് കമ്പൈൻ ചെയ്താൽ ഇങ്ങനൊരു ഡിസൈൻ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ഫ്ലിപ്പ് കിട്ടും എന്ന് നമ്മൾ ആരും വിശ്വസിക്കില്ല. ബട്ട് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഡേവിഡ് ഹൂം ബിലീവ്സ്. ഡേവിഡ് ഹ്യൂമിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ജസ്റ്റ് എ കോയിൻസിഡൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കോസ്മിക് കോയിൻസിഡൻസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അതായത് പെന്നിന്ന് താഴെ വീഴുന്നു, നാളെ പെന്ന് താഴെ വീണമെന്നില്ല, നാളെ അത് പക്ഷേ മേലോട്ട് പോകാം, പക്ഷെ താഴെ വീഴുന്നു എന്നുള്ളത് ഇറ്റ്സ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. ഇങ്ങനെ ആവുമ്പോൾ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. പാസ്റ്റിൽ പെന്ന് താഴെ വീണു എന്നതിൽ നിന്ന് ഫ്യൂച്ചറിൽ പെന്ന് താഴെ വീഴും എന്ന് നമുക്കൊരു രീതിയിലും അസസ് ചെയ്യാൻ കഴിയില്ല. ഇമാജിൻ എ കോയിൻ, എ ഫെയർ കോയിൻ. ആ കോയിൻ ഫെയർ കോയിനാണ്. ഒരു ഫെയർ കോയിന് നമ്മൾ ഒരു 100 പ്രാവശ്യം ടോസ് ചെയ്തു. 100 പ്രാവശ്യം ടോസ് ചെയ്തിട്ട് അത് ഹെഡാണ് വീണതെന്ന് വിചാരിക്കും. 100 പ്രാവശ്യം ടോസ് ചെയ്തു, 100 പ്രാവശ്യവും ഹെഡ് വീണു. ഈ 100 പ്രാവശ്യം ഹെഡ് വീണത് ഒരു കോസ്മിക് കോയിൻസിഡൻസ് ആണ്. 100 പ്രാവശ്യം ഹെഡ് വീണു എന്നത് ഒരു എന്താ പറയുക, അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് കോയിൻസിഡൻ്റായി സംഭവിച്ചതാണ്.
അങ്ങനെയാണ് എങ്കിൽ 101ാമത്തെ പ്രാവശ്യം ഈ ഫെയർ കോയിൻ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യാതെ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള, ഒരു ഫെയർ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/2 ആണ്. 100 പ്രാവശ്യം ടോസ് ചെയ്ത ആ കോയിൻ 101ാമത്തെ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യതയും 1/2 തന്നെയാണ്. 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടിയത് കൊണ്ട് 101ാമത്തെ പ്രാവശ്യം ടോസ് ചെയ്യാൻ പോകുന്ന ഇത് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത കൂടും എന്ന് പറയുന്നത് ഗാംബ്ലർ ഫാലസിയാണ്. കാരണം നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്തു, ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു, അതിൽ നമുക്ക് 100 പ്രാവശ്യം ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് 101ാമത്തെ പ്രാവശ്യം അതേ റിസൾട്ട് തന്നെ കിട്ടും എന്ന് കരുതുന്നത് ഗാംബ്ലർ ഫാലസിയാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഇന്നലെ വരെ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നതുകൊണ്ട് നാളെ അതുപോലെ സംഭവിക്കണം എന്നില്ല. നാളെ ഈ പെണ്ണ് താഴെ ഇടുന്ന സമയത്ത് ഒരുപക്ഷെ ആ പെണ്ണ് ആ വായുവിൽ നിന്ന് നിൽക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ആ പെണ്ണ് മുകളിലോട്ട് പോകാം, അതല്ലെങ്കിൽ ആ പേന ഇല്ലാണ്ടാവാം, അല്ലെങ്കിൽ ആ പേന ഒരു തവളയായി മാറാം, എന്തും സംഭവിക്കാം. ഓക്കെ, ഇതിൽ ഇന്നലെ സംഭവിച്ചതുപോലെ തന്നെ ഇന്ന് സംഭവിക്കുന്നു എന്നുള്ളത് ഹൈലി അൺലൈക്ലിയാണ്. പക്ഷേ ഇങ്ങനെ ഹൈലി അൺലൈക്ലി ആയിട്ടുള്ള ഒരു കോയിൻസിഡൻസ് ഇവിടെ പാസ്റ്റിൽ സംഭവിച്ചു എന്ന് ഹ്യൂമ് വിശ്വസിക്കുന്നു. പക്ഷേ ഹ്യൂമിന് 2 പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, വളരെ അൺലൈക്ലി ആയിട്ടുള്ള ഒരു ഇവൻറ്റ് സംഭവിച്ചു എന്ന് ഹ്യൂമിൻ്റെ വ്യൂ പ്രകാരം വിശ്വസിക്കേണ്ടി വരുന്നു. 2, ഹ്യൂമിന് ഇതിൻ്റെ ഫ്യൂച്ചർ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോയിൻ 100 പ്രാവശ്യം ഹെഡ് വീണ് കഴിഞ്ഞാൽ നമ്മളിതൊരു ഫെയർ കോയിൻ ആണ് എന്നുള്ള ഡിസിഷൻ നമ്മൾ മാറ്റും. കാരണം ഒരു കോയിൻ 100 പ്രാവശ്യം ഒരു ഫെയർ കോയിൻ 100 പ്രാവശ്യം അടുപ്പിച്ച് ഹെഡ് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 100 പ്രാവശ്യം അടുപ്പിച്ച് ഹെഡ് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ഇൻഫറൻസ് ഉണ്ട്. ആ കോയിന് സ്വാഭാവികമായും ഹെഡ് വീഴാൻ കൂടുതൽ ചായ്വുള്ള അല്ലെങ്കിൽ ഒരു ബയാസ്ഡ് കോയിനാണ്, ഹെഡിലേക്ക് കൂടുതൽ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കോയിനാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് ഇൻഫർ ചെയ്യാം. വൺസ് അത് ഇൻഫർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ അടുത്ത പ്രാവശ്യം 101ാമത്തെ പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് അത് ഹെഡ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 100 പ്രാവശ്യം ടോസ് ചെയ്തതിൽ നിന്ന് അത് ഹെഡ് വീണത് യാദർശികമായി ഹെഡ് വീണതല്ല, മറിച്ച് ബയാസ്ഡ് ആയതുകൊണ്ടാണ് ഹെഡ് വീണത് എന്ന് അതിൽ നിന്ന് ഇൻഫർ ചെയ്തത് കൊണ്ടാണ് 101ാമത്തെ പ്രാവശ്യം ഹെഡ് വീഴും എന്ന് മനസ്സിലായത്. എന്നാൽ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം 100 പ്രാവശ്യം ഹെഡ് വീണാലും അതൊരു ഫെയർ കോയിൻ തന്നെയാണെന്നും അത് ഹെഡ് വീണത് കേവലം ഒരു ലക്കി കോയിൻസിഡൻസ് ആണെന്നും ഹ്യൂം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഹ്യൂമിന് 101ാമത്തെ കോയിനിൽ ഹെഡ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാതെ പോകുന്നത്. ഓക്കെ, എന്നാൽ ഈ 100 കോയിൻ അടുപ്പിച്ച് ഹെഡ് വീണത് ഒരു കോയിൻസിഡൻസ് അല്ല എന്നും അത് കോയിൻ ബയാസ്ഡ് ആയതുകൊണ്ടാണെന്നും നമ്മൾ ഇൻഫർ ചെയ്താൽ 101ാമത്തെ കോയിന് ഹെഡ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ലോസ് ഓഫ് ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്നലെ വരെ പെണ്ണ് താഴെ വീണത്, ഇന്നലെ ഒക്കെ പെണ്ണ് താഴെ ഇട്ട സമയത്ത് പെണ്ണ് താഴെ വീണത് അതൊരു കോസ്മിക് കോയിൻസിഡൻസ് അല്ല, മറിച്ച് പ്രപഞ്ചത്തിന് അത്തരം ഒരു ലോ ഉണ്ട്. ആ ലോ കണ്ടിൻജൻ്റ് ആണെങ്കിൽ ആ ലോ പിന്നെ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നൊരു വിഷയം വരും. അതുകൊണ്ട് നെസസറി ആയിട്ടുള്ള ഒരു ലോ പാസ്റ്റിലുണ്ടായിരുന്നു. അത് നെസസറി ആയിട്ടുള്ള ഒരു ലോ ഉള്ളത് കൊണ്ടാണ് പെണ്ണ് താഴെ വീണത് എന്നതിൽ നിന്ന് ഇൻഫർ ചെയ്താൽ നാളെയും ആ പെണ്ണ് അങ്ങനെ തന്നെ വീഴും എന്ന് നമുക്ക് നിർദ്ധരിച്ചെടുക്കാൻ സാധിക്കും. പാസ്റ്റിൽ നമ്മൾ പേന താഴോട്ടിട്ടപ്പോൾ പേന താഴോട്ട് തുടർച്ചയായി വീണു, എല്ലാ പ്രാവശ്യവും വീണു എന്നതിൽ നിന്ന് പേനയെ താഴോട്ട് വീഴ്ത്താൻ പാകത്തിനുള്ള ഒരു നെസസറി ലോ ഉണ്ട് എന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻഫർ ചെയ്താൽ സ്വാഭാവികമായും അത്തരമൊരു നെസസറി ലോ ഉള്ളതുകൊണ്ട് ഫ്യൂച്ചറിലും പേന താഴെ വീഴും എന്ന് നമുക്ക് നിർദ്ധരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിയമമില്ല, അത് കേവലം കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ്. ഒരു ഫ്ലിപ്പ് ബുക്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ പേജുകൾ എഴുതി അത് ഒത്തുവെച്ചപ്പോൾ ഒരു പിക്ചർ കിട്ടിയതുപോലെ വളരെ കോയിൻസിഡൻ്റ് ആയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്, കോയിൻസിഡൻസ് വളരെ ആക്സിഡൻ്റൽ ആയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇനി അങ്ങനെ സംഭവിക്കും എന്ന് നിർദ്ധരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഇതുപോലെ നമ്മൾ ഫെയർ കോയിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഫെയർ കോയിൻ ആക്സിഡൻ്റ് ആയിട്ടാണ് എല്ലാം ഹെഡ് വീണത് എങ്കിൽ അടുത്തത് ഹെഡ് വീഴാൻ ഉള്ള സാധ്യത 1/2 ആണ്, അത് കൂടാൻ പോകുന്നില്ല. എന്നാൽ എല്ലാം ഹെഡ് വീണതിൽ നിന്ന് അത് ബയാസ്ഡ് ആണ് എന്ന് നമ്മൾ ഇൻഫർ ചെയ്താൽ മാത്രമേ അടുത്ത പ്രാവശ്യം ഹെഡ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ 2 രീതിയിലാണ് ഫിലോസഫേഴ്സ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഒന്ന് ഹ്യൂമിയൻ വ്യൂവ്, മറ്റൊന്ന് നോൺ ഹ്യൂമിയൻ വ്യൂവ്. ഹ്യൂമിയൻ വ്യൂ അഥവാ റെഗുലാരിറ്റി എന്ന് പറയുന്നത് യാതൊരു രീതിയിലുള്ള കോസൽ കണക്ഷനും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ റെഗുലാരിറ്റിയും, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ പാറ്റേണും വെറും ഒരു കോയിൻസിഡൻസ് ആണ് എന്നാണ് ബേസിക്കലി അവർ പറയുക.
എന്നാൽ രണ്ടാമത്തെ വ്യൂ ആണ് അങ്ങനെയല്ല. ഇവിടെ ഒരു നെസസറി കണക്ഷൻ ഉണ്ട്. ആ നെസസറി കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് പാസ്റ്റിൽ നമ്മൾ ഇറഗുലാരിറ്റി കണ്ടതെന്നും ആ നെസസറി കണക്ഷൻ ഉണ്ട് എന്ന് ആ റെഗുലാരിറ്റിയിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുത്തത് കൊണ്ട് ഫ്യൂച്ചറിൽ അത് കണ്ടിന്യൂ ചെയ്യുമെന്നും പറയുന്ന വ്യൂ. ഒബ്വിയസ്ലി ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു നെസസറി കണക്ഷൻ ഇല്ല എന്നുള്ള ഹ്യൂമിൻ്റെ വ്യൂ എത്രത്തോളം അബ്സേർഡ് ആണ്, എത്രത്തോളം ബിസാർ ആണ് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ നെസസറി വ്യൂവിനെ കുറിച്ചാണ്. നെസസറി വ്യൂ ബേസിക്കലി പറയുന്നത് ഇവിടെ ഒരു നിയമമുണ്ട്, ഈ നിയമമാണ് ഇവിടെ ഈ പാറ്റേൺസ് എല്ലാം നിലനിർത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ നെസസ്റ്റേറിയൻ വ്യൂസ് പ്രോബ്ലം യഥാർത്ഥത്തിൽ സോൾവ് ചെയ്യുന്നുണ്ടോ? ഹ്യൂം പറയുന്നു, അല്ലെങ്കിൽ ഹ്യൂമിയൻസ് പറയുന്നു, അല്ലെങ്കിൽ റെഗുലാരിറ്റി തിയറിയുടെ വക്താക്കൾ പറയുന്നു അത് സോൾവ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ പെന്ന് താഴെ വീഴും എന്നുള്ളൊരു നിയമമുണ്ട്, അതുകൊണ്ടാണ് പെന്ന് എല്ലാ പ്രാവശ്യവും താഴെ വീഴുന്നത്. അവിടെ ഹ്യൂം ബേസിക്കലി പറയുന്നു ഓക്കെ, സപ്പോസ് ഇങ്ങനെയൊരു നിയമമാണെന്ന് വിചാരിക്കും. 2025 ജനുവരി 30 വരെ പെന്ന് താഴെ വീഴും, ഇങ്ങനെയാണ് ഒരു നിയമം എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാസ്റ്റിൽ എന്തുകൊണ്ടാണ് പെന്ന് കണ്ടിന്യൂസ് ആയിട്ട് താഴെ വീണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത് ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു നെസസ്റ്റേറിയനും സ്വാഭാവികമായും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഇൻഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഹ്യൂമൻസ് പറയുക. അതായത് അവർ ബേസിക്കലി പറയുക നെസസ്റ്റേറിയൻ വ്യൂസ് എടുക്കുന്ന ആളുകൾ ഹ്യൂമൻ വ്യൂ എടുക്കുന്ന ആളെക്കാളും ഒട്ടും ബെറ്റർ അല്ല എന്നാണ് അവർ ബേസിക്കലി പറയുക. കാരണം നമുക്ക് ഡിഫറെൻറ്റ് ലോസ് ഉണ്ട്. അതായത് നമ്മൾ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിൽ എല്ലാ പെന്നും താഴെ വീഴാനുള്ള കാരണം, നമ്മൾ പെന്ന് താഴെ ഇട്ടപ്പോഴൊക്കെ അത് താഴെ വീഴാനുള്ള കാരണം ഒരു നിയമമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഹ്യൂം പറയുന്നു സപ്പോസ് 2 നിയമങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. പാസ്റ്റ് 2025 ഫെബ്രുവരി 2 വരെ അല്ലെങ്കിൽ ജനുവരി 30 വരെ പെന്നുകൾ താഴെ വീഴും, അതിനുശേഷം പെന്നുകൾ താഴെ വീഴില്ല എന്നൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമവും പാസ്റ്റിലുള്ള എല്ലാ എക്സ്പീരിയൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ ഫ്യൂച്ചറിൽ അത് റിപ്പീറ്റ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നിയമം അങ്ങനെയല്ല, മറിച്ച് എല്ലാ പെന്നും താഴെ വീഴും എന്നാണ് നിയമം എന്ന് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നാണ് ഹ്യൂം ബേസിക്കലി ചോദിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ അടുത്ത വിഷയം വരുന്നത്. ഇവിടെയാണ് സിമ്പിൾ ലോസിൻ്റെ പ്രത്യേകത വരുന്നത്. സിമ്പിൾ ലോസ് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നിയമത്തിന് കണ്ടീഷൻസ് കൊടുക്കാതെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം ആ നിയമം ഇംപ്രോബബിൾ ആയിരിക്കും. അപ്പം കുറച്ച് കണ്ടീഷൻസ് ഇല്ലാത്ത നിയമങ്ങളായിരിക്കും കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള നിയമങ്ങൾ, അതായിരിക്കും കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ള നിയമങ്ങൾ. ഉദാഹരണത്തിന് ജനുവരി 30 വരെ പെന്ന് താഴെ വീഴും എന്നതിനേക്കാളും സിമ്പിളർ ആയിട്ടുള്ള നിയമമാണ് ജനുവരി പെന്നുകൾ താഴെ വീഴും, പെന്ന് താഴെട്ടാൽ മാസമുള്ള സ്ഥലത്ത് പെന്ന് താഴെട്ടാൽ പെന്ന് താഴെ വീഴും എന്നുള്ള ലോ വിത്തൗട്ട് മെൻഷനിങ് ദ ഡേറ്റ്. അപ്പോൾ കൂടുതൽ ക്രൈറ്റീരിയാസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നിയമം കൂടുതൽ കോംപ്ലക്സ് ആകും. നിയമം കൂടുതൽ കോംപ്ലക്സ് ആയ നിയമങ്ങൾ അസാധ്യമാണ് എന്നാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയ നിയമങ്ങൾ ഇംപ്രോബബിൾ ആണ് എന്നാണ് നെസസ്റ്റേറിയൻസ് പറയുക. നമ്മുടെ അടുത്ത് 2 വ്യൂ ആണുള്ളത്. ഒന്ന് ജനുവരി 30 വരെ പെന്ന് താഴെ വീഴും എന്നുള്ളൊരു നിയമമുണ്ട്. പെന്ന് താഴെ വീഴും സിംപ്ലിസിറ്റർ അൺകണ്ടീഷണലി പെന്ന് താഴെ വീഴും എന്നൊരു നിയമമുണ്ട്. ഇതിൽ ഏറ്റവും സിമ്പിളായ നിയമം കണ്ടീഷൻ ഇല്ലാത്ത നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഇല്ലാത്ത നിയമമാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. കണ്ടീഷൻ ഇല്ലാത്ത നിയമം പ്രിഫർ ചെയ്താൽ 2025 ശേഷവും പെന്ന് താഴെ വീഴും എന്ന് നമുക്ക് ഇൻഡക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇൻഡക്ഷൻ ജസ്റ്റിഫൈഡ് ആണ് എന്നാണ് നെസസ്റ്റേറിയൻസ് ബേസിക്കലി പറയുക. സോ ദിസ് ഈസ് വാട്ട് യു വാണ്ട് ടു നോ. ഇനി ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ദൈവം ഉണ്ട് എന്ന കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? ദൈവം ഉണ്ട് എന്ന കൺക്ലൂഷനിലേക്ക് എത്തുന്നത് നമ്മളിവിടെ കാണുന്ന നിയമവ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഒരേ സമയം സിമ്പിളും അതേസമയം കോംപ്ലക്സുമാണ്. അതായത് കോംപ്ലക്സിറ്റിയുടെയും സിംപ്ലിസിറ്റിയുടെയും നടുവിലുള്ള ഒരു ബാലൻസിങ് ആണ് നമ്മൾ കാണുന്ന നിയമങ്ങൾ. നമ്മളുടെ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന നിയമങ്ങളെക്കാളും സിമ്പിളറായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകാമായിരുന്നു. ഉദാഹരണത്തിന് സപ്പോസ് ഒരു നിയമം ഉണ്ടാവാം, എന്താണ്, മാറ്റർ ഒന്നും ചെയ്യണ്ട, മാറ്റർ വെറുതെ ഇരിക്കട്ടെ എന്നുള്ളൊരു നിയമം ഉണ്ടാവാം. അങ്ങനെയാണ് മാറ്ററിൻ്റെ നിയമമെങ്കിൽ ഈ പ്രപഞ്ചങ്ങളിൽ ഒന്നും സംഭവിക്കില്ല, നക്ഷത്രങ്ങൾ ഉണ്ടാവില്ല, മനുഷ്യരുണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അത്രയും സിമ്പിളായിരുന്നു നിയമമെങ്കിൽ സ്വാഭാവികം ഒന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ പറയുന്ന പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള നിയമങ്ങളാണ് എങ്കിൽ നമ്മൾ പറയുന്നത് 2025 വരെ ഒരു നിയമം പാലിക്കും, 25 മുതൽ വേറൊരു നിയമം, 26 മുതൽ വേറൊരു നിയമം. അങ്ങനെയാണ് നിയമങ്ങളെങ്കിൽ
അത്രയും കോംപ്ലക്സ് ആയിട്ടാണ് നിയമങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് ഈ കാണുന്ന റെഗുലാരിറ്റിയോ പാറ്റേണോ ഒന്നും ഉണ്ടാവുകയുമില്ല. അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ സിമ്പിൾ ആയിട്ടുള്ള നിയമങ്ങൾ വേണം. ഇപ്പം മാസിൻ്റെ നിയമങ്ങൾ എടുക്കാം. ഇപ്പം മാസിന് നമ്മൾ ഉണ്ടാകുന്ന ഒരു സിമ്പിൾ നിയമം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഓൾ മാസസ് പ്രൊഡ്യൂസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള നിയമമാണ്, മാസസ് പ്രൊഡ്യൂസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പക്ഷേ ഇവിടെ എത്ര മാസ് എത്ര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും എന്ന് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് മാസസ് ഫോഴ്സ് ഉണ്ടാക്കും എന്നൊരു അതൊരു സിമ്പിൾ നിയമമാണ്. പക്ഷേ ആ സിമ്പിൾ നിയമത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് നമ്മൾ കാണുന്ന റെഗുലാരിറ്റി ഉണ്ടാക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 3 കിലോ മാസാണുള്ളതെങ്കിൽ അത് 3 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടാക്കുന്ന വിചാരിക്കാം. അപ്പം പിന്നെ 6 കിലോ മാസാണെങ്കിൽ അത് എത്ര ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടാക്കുക? അത് 6 ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം മാസ് ഫോഴ്സ് ഉണ്ടാക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏത് രീതിയിലും സംഭവിക്കാം. ചിലപ്പം 6 ന്യൂട്ടൺ ഫോഴ്സ് 6 മാസ് ചിലപ്പം 100 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടാക്കാം. ചിലപ്പം 3 കിലോ തന്നെ ഒരു സ്ഥലത്ത് 3 ന്യൂട്ടൺ ഫോഴ്സും മറ്റൊരു സ്ഥലത്ത് 50 ന്യൂട്ടൺ ഫോഴ്സും ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ ഇത് സംഭവിക്കാം. അവിടെ നമുക്ക് കൃത്യമായൊരു റൂൾ വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ളതുപോലെ F=GMM/R² പോലെ ഒരു ലോ വേണം. ഈ ലോ കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലോസ് വളരെ സിമ്പിൾ ആവുകയാണ് എങ്കിൽ, ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റെഗുലാരിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ലോ ആണെങ്കിൽ എല്ലാ ഐറ്റമും റൈറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നൊരു ലോ ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്, പക്ഷേ അതൊരു രീതിയിലുമുള്ള ലൈഫോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോസ് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ലോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. കാരണം 5-ാം തീയതി വരെ ലോ, 6-ാം തീയതി വരെ ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോ ആണെങ്കിലും അതും നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിലവിലുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ അല്ല, എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോ അല്ല, അതിൻ്റെ മിഡിലുള്ള ലോ ആണ്. ഇതാണ് നമുക്ക് ബേസിക്കലി സയൻസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പ്രധാന കാരണം. ഇനി ദൈവമില്ല എങ്കിൽ നാച്ചുറലിസത്തിൽ സിമ്പിളായിട്ടുള്ള ലോ ആണ് പ്രപഞ്ചം പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ലോ എന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത വളരെ കെയോട്ടിക് ആയിട്ടുള്ള എഫക്ട്സുകൾ ഉണ്ടാക്കുന്ന സിമ്പിളറായിട്ടുള്ള ലോ ആണ്. അല്ല, സിംപ്ലിസിറ്റിക്ക് യാതൊരു വാല്യൂ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത്, കാരണം സിമ്പിൾ ലോനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ലോസ് ഉണ്ട്. കാരണം സിമ്പിൾ ലോ, ഇപ്പം ലെറ്റ്സ് സേ ഈ പെന്നിൻ്റെ വിഷയം എടുക്കാം. പെന്ന് താഴെടുമ്പോഴൊക്കെ വീഴും എന്നുള്ളതൊരു ലോ ആണ്. പെന്ന് താഴെടുമ്പം 25 ഫെബ്രുവരി വരെ വീഴും, 28 ഫെബ്രുവരി വരെ. അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അഥവാ ഡിസോർഡറിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓർഡറിന് വളരെ കുറഞ്ഞ ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കേണ്ടത് ഡിസോർഡർ ആണ്. അപ്പോൾ സിംപ്ലിസിറ്റി ശരിയാണെങ്കിൽ, സിംപ്ലിസിറ്റി പ്രിൻസിപ്പിൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രപഞ്ചം പ്രിഫർ ചെയ്യുക എന്നുള്ള പ്രിൻസിപ്പിൾ ശരിയാണ് എങ്കിൽ ഏറ്റവും സിമ്പിളർ ആയിട്ടുള്ള ലോ ആണ് വേണ്ടത്. അത് നമ്മൾ കാണുന്നത് പോലെ ഇൻട്രസ്റ്റിംഗ് ആയി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, അത് കയോട്ടിക് ആയിട്ടുള്ള യൂണിവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി പ്രപഞ്ചം അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ലോസ് സെലക്ട് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോസ് ആയിരിക്കും ഉണ്ടാവുക. കോംപ്ലക്സ് ആയിട്ടുള്ള ലോസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. കാരണം അതിൻ്റെ കോംപ്ലക്സിറ്റിയും അതിൻ്റെ കണ്ടീഷനും കാരണം ചിലപ്പോൾ 25-ാം തീയതി വരെയല്ലോ 26-ാം തീയതി വരെയല്ലോ അങ്ങനെയായിരിക്കും അതിൻ്റെ കോംപ്ലക്സ് കണ്ടീഷൻസ് ഉണ്ടാവുക. ആ കോംപ്ലക്സ് കണ്ടീഷൻസ് കാരണം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. അവിടെയും നമുക്ക് സയൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസിലും കാരണം നാച്ചുറലിസം ശരിയാണെങ്കിൽ ഒന്നുകിൽ സിംപ്ലിസിറ്റി കാരണം അത് എക്സ്ട്രീംലി സിമ്പിൾ ആയിട്ടുള്ള ലോ ആയിരിക്കും, അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഇല്ല എങ്കിൽ അത് എക്സ്ട്രീംലി കോംപ്ലക്സ് ആയിട്ടുള്ള ലോ ആയിരിക്കും. കാരണം കോംപ്ലക്സ് ലോസ് ആർ മോർ ഇൻ നമ്പർ, കൂടുതൽ ലോസും കോംപ്ലക്സ് ആണ് എന്നതുകൊണ്ട് അതായിരിക്കും സംഭവിക്കാം. എന്നാൽ തീസത്തെ സംബന്ധിച്ചിടത്തോളം മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എക്സ്ട്രീംലി സിമ്പിൾ അല്ലാത്ത എന്നാൽ എക്സ്ട്രീംലി കോംപ്ലക്സും അല്ലാത്ത ഒരു മിഡിൽ ഗ്രൗണ്ട് വേണം. അവിടെയാണ് ദൈവമാണ് ഈ പ്രപഞ്ചം തിരഞ്ഞെടുത്തതെങ്കിൽ ദൈവം ആ ടൈപ്പ് ഓഫ് ലോസ് ആയിരിക്കും ദൈവം ക്രിയേറ്റ് ചെയ്യുക. And that's exactly what we expect if a God exists, and that's exactly what happens. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പം നാച്ചുറലിസം ശരിയാണ് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുക ഒന്നെങ്കിൽ എക്സ്ട്രീംലി സിമ്പിൾ അല്ലെങ്കിൽ എക്സ്ട്രീംലി കോംപ്ലക്സ് ആണ്. പക്ഷേ ഇത് രണ്ടും അല്ല സംഭവിക്കുന്നത്, മറിച്ച് തീസം പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ മിഡിൽ ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ ഒരു ബാലൻസ്, അഥവാ എക്സ്ട്രീംലി സിമ്പിളും അല്ലാത്ത എക്സ്ട്രീംലി കോംപ്ലക്സും അല്ലാത്ത ഒരു ബാലൻസ്ഡ് രീതിയിലാണ് നമ്മുടെ ലോസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് തീസം ഉള്ളത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലോ ഉണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് സയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് സയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സയൻസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ദൈവം ഉണ്ട് എന്നതിൻ്റെ, ദൈവം
പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് മനസ്സിലാക്കാം.